ഇന്നലെ സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ ഒരു കാര്യം സെറ്റപ്പ് ആക്കിയിട്ടാണ് കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് പൊതിച്ചോറ് കൊണ്ടുപോകണമെന്ന്. ഇന്നിപ്പോൾ ക്രിസ്മസ് പരിപാടിയുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പൊതിച്ചോറ് കൊണ്ടുവരണമെന്ന് ആരോടൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അത്ര ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അപ്പോൾ അത് പ്രകാരം രാവിലെ തന്നെ ഏട്ടൻ പോയി വാഴേൻ്റെ ഇല പൊട്ടിച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ അതിലേക്ക് വേണ്ടേ. അപ്പോൾ പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കി, ഉരുളക്കിഴങ്ങ് വറുത്ത്, കോഴിമുട്ട പൊരിച്ച്, പിന്നെ ലൂബിക്ക ഉപ്പിലിട്ടതുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു 3-4 ചെമ്മീൻ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് വറുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ തട്ടിക്കൂട്ടി നമ്മളൊരു പൊതിച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ അതിൽ സാധനങ്ങൾ വേണ്ടേ, സാധനങ്ങളില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ചോറ് കുറച്ചാണെന്നുണ്ടെങ്കിൽ വേറെ ഐറ്റംസൊക്കെ വേണം, അപ്പോഴല്ലേ അതിനൊരു ഒരു പഞ്ച് കിട്ടുക അല്ലേ. അപ്പോൾ ഞാനത് സെറ്റാക്കി വെച്ചപ്പോഴേക്കും ഏട്ടൻ വന്നത് പൊതിഞ്ഞ് തന്ന്. അപ്പോഴേക്കും ഞാൻ പിന്നെ കിലുവിൻ്റെ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തേക്കാണ്ടായിരുന്നു. അപ്പോൾ കിലുവിന് വേണ്ട, പൊതിച്ചോറൊന്നും വേണ്ടാന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ കിലുവിന് വേണ്ടാന്ന് പറഞ്ഞു. കിലു അങ്ങനെ ഒരുപാട് കഴിക്കില്ല. അപ്പം കിലുവിനുള്ളത് പിന്നെ ചുറ്റുംപാത്രത്തിലാക്കി. പിന്നെ അത് കിലുവിൻ്റെ സ്നാക്സാണ്. അപ്പോൾ കിലുവിന് സ്നാക്സ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് മിക്കവാറും ഞാൻ അതിന്ന് 1-2 പീസൊക്കെ എടുത്തിട്ട് കുടുവിന് കൊടുക്കും. കുടു സ്നാക്സ് കൊണ്ടുപോകുന്നില്ലല്ലോ. പിന്നെ ഞാൻ കുടുവിന് അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുപോകും കൊടുക്കാം. പിന്നെ കിലു എന്നെ മുഴുവൻ കഴിച്ചല്ലോ എന്നുള്ളൊരു കുറ്റബോധമൊക്കെ എനിക്ക് തോന്നും. അങ്ങനത്തെ ഒക്കെ ഒരു അമ്മയിട്ട ഞാൻ. അപ്പോൾ കിലുവിന് കൊടുത്തിട്ടുണ്ട് എന്ത് സാധനവും കുടുവിന് വിടുന്ന വീട്ടിൽ നിന്ന് തന്നെ മിക്കവാറും അപ്പം തന്നെ ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു പോകില്ലേ. അതുകൊണ്ട് അത് കഴിഞ്ഞതാ ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് കണ്ണിൻ്റെ മേലേക്ക് എഴുതണം എന്ന് പറഞ്ഞ് എഴുതി. പിന്നെ കുടുവിന് അതിൻ്റെ ഇടയിൽ റെഡിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. പിന്നെ നമ്മൾ കിലുവിൻ്റെ തൊപ്പിയുമ്പോൾ ഞാനൊന്ന് പേര് എഴുതിയിട്ട് എങ്ങാനും ക്ലാസ്സിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാത്ത് മതി സ്കൂൾ പൊളിച്ചിടും. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ബസ് വന്നപ്പോഴേക്കും പിന്നെ ഓടി ചാടി അതിലേക്ക് കയറാൻ പോയപ്പോഴേക്കും പേന മറന്ന്. കുടുവിൻ്റെ പേനയാണ്. കുടുവിന് അന്നുണ്ടെങ്കിൽ പിന്നെ പേനയില്ലെങ്കിലും പുസ്തകമില്ലെങ്കിലും സ്കൂളിൽ പോയാൽ മതി, അത് മാത്രമേ ഉള്ളൂ ഓളെ ചിന്ത. ഓളെ അടുത്തൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഒരു കുഴപ്പമില്ല.